അമ്മ എനിക്ക് ഒരു ഓംലെറ്റും കൂടി തരുമോ? ഇനി നീ കസർത്ത് കഴിഞ്ഞ 5-6 മുട്ട ഓൾറെഡി കഴിച്ചതല്ലേ, ഇനി വീണ്ടും മുട്ടയാ? അത് പ്രോട്ടീൻ, ഇത് ടേസ്റ്റിന്. ഒരു ടേസ്റ്റും ഇല്ല, ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ എടുത്ത് വെച്ച് കഴിച്ചാൽ മതി. അമ്മ ഒരു മുട്ട എടുത്തിട്ട് കുറച്ച് സവാള അരിഞ്ഞ് കശകശാന്നരിഞ്ഞ് കുറച്ച് മുളകും ഇട്ട് എന്നിട്ട് ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് എന്നിട്ട് കശകശാന്നിങ്ങനെ 5 പ്രാവശ്യം ഇങ്ങനെ ആക്ക, എന്നിട്ട് പാനിലൊഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 2 മിനിറ്റിന്റെ കാര്യം. കുറച്ച് കുരുമുളകും കൂടെ ഇടണം. ഇത്തിരി കുരുമുളകും അതൊക്കെ മതിയല്ലേ? എന്റെ മക്കൾക്ക് മുട്ട പൊരിക്കാനൊക്കെ അറിയാം. എന്നാ പോയി നല്ല തനത്താനം ഉണ്ടാക്കി കഴിക്കും. അത് പറ്റൂല, ഞാൻ ഉണ്ടാക്കിയ അമ്മയുടെ കൈപ്പുണ്യം കിട്ടൂല. ഉണ്ടാക്കിയ അത് പ്രത്യേക ടേസ്റ്റ് ആണ്. പോണേ, എനിക്ക് വേറെ പണിയുണ്ട്. അമ്മ ഉണ്ടായിത്താ. കാര്യം കാണാൻ അവള് കഴുതാക്കാലം പിടിക്കും. എനിക്ക് ആനക്കാലും ഒറ്റ കീറി വെച്ചോണ്ടല്ലോ. അമ്മ പ്ലീസ് ഉണ്ടായിത്താ. അമ്മ പറ്റൂല, എനിക്കൊരു പണിയുണ്ട്. വേണമെങ്കിൽ നാളെ ആലോചിക്കാം. നാളെ ഉണ്ടായി തരുമോ? ആലോചിക്കാം, അതാണല്ലോ പറഞ്ഞേ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആദ്യം പോയി നോക്ക്, എന്നിട്ട് ഞാൻ വരാം. വേണ്ട, ഹലോ, നിങ്ങൾ പോയി നോക്കിയിട്ട് പറയൂ. കണ്ടീഷൻ ആയിരിക്കണം. പിന്നെ നമ്മുടെ റോഡ്, നാട്ടിലെ റോഡിലൊക്കെ ഓടാനുള്ളതാണ്. അപ്പൊ ടയറൊക്കെ നോക്കണം, മൈലേജ് ഉണ്ടാവണം. അയ്യോ, ഒറ്റ പേയ്മെന്റ് നടക്കൂല, നമുക്ക് 2 പ്രാവശ്യമായിട്ട് ചെയ്യാം. എന്തായാലും നിങ്ങൾ ആദ്യം പോയി നോക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, ശരി. എന്തോ തരും ചേട്ടാ? ഒന്നുമില്ല. ഒന്നുമില്ല. അച്ഛന്റെ മുഖം കണ്ടാ അറിയാം എന്തോ ഉണ്ട്. പറ, എന്തോ ഉണ്ട്. കഴിച്ചിട്ട് പോകാൻ നോക്കോച്ചേ. മണി, ഒരു ചായ ഇട്. ഇല്ല, സത്യം പറ, എന്തോന്നും ഉണ്ട്, പറ. കൊള്ളാല, കഷ്ടം. ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഞാൻ ബാങ്കിൽ ഒരു കാര്യം അയാളടുത്ത് പറഞ്ഞത്, ബാങ്കിലോ സ്റ്റാഫിനോട് പറഞ്ഞതാണ്. അതൊന്നുമില്ല. അമ്മ പോയി ചായ ഇട്. അച്ഛ എവിടെ ഇരി? അച്ഛ ഇരി. എന്തോ കാര്യം? ഒന്നുമില്ല. ബാങ്കിലെ സ്റ്റാഫ് ഒന്നും അല്ല, വണ്ടിയുടെ കാര്യം പറഞ്ഞത് ഞങ്ങൾ മനസ്സിലായി. മൈലേജ് എന്തോന്ന് റോഡിൽ ഇറങ്ങാനുള്ളതാണ്, കണ്ടീഷൻ ആയിരിക്കണം, പേയ്മെന്റ് 2 പ്രാവശ്യം തരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ അക്കൗണ്ടന്റ് ജയകുമാറിന് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞു. ഞാനത് ഏർപ്പാടാക്കി കൊടുത്തു, അത്രേ ഉള്ളൂ. തന്നെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റേ ഫയലിനകത്തൊന്ന് മുഖം നിവർത്താത്ത നിങ്ങളോട് ജയകുമാർ വണ്ടി വേണമെന്ന് പറഞ്ഞത് വിശ്വസിച്ചു? വിശ്വാസമില്ല. എന്തോന്ന് വെച്ചത്? എന്തോന്ന് പറയാൻ? അമ്മ പോയി ചായ എടു പോ. അച്ഛൻ വാ വിട്ട് ചോദിച്ചല്ലേ, പോയി എടുത്തിട്ട് വാ. എന്തോന്നുണ്ട് ചോദിക്കുമ്പോ ചായ എടുക്കാൻ ഞാൻ ചായ കട നടത്തണോ? ഇല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കണ്ട, അച്ഛന് ഞാൻ ഇട്ടുതരാം. അച്ഛാ എനിക്ക് ചായ ഒന്നും വേണ്ട, ഞാൻ ഇട്ടുതരാം. ഞാൻ ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കി തരാം. വേറെ എന്തെങ്കിലും വേണോ അച്ഛാ? ഒന്നുമില്ല. പിന്നെ അച്ഛാ, നേരത്തെ പറയാമെന്ന കാര്യം എന്തായിരുന്നു? തുടങ്ങി അടുത്തത്. എനിക്ക് തോന്നി, പിടിച്ചിരുത്തിയപ്പോഴേ തോന്നി എന്തോ ആണെന്ന്. പറ. ഒരു സസ്പെൻസ് തരാന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പോ അത് നടക്കൂല, പറഞ്ഞേക്കാം. ഞാൻ ഒരു വണ്ടി വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഒരു കാറ്. ഒരു കാറ്. തന്നെന്ന് ഒരു കാറ്. കാറ്. വായൊക്കെ പിന്നെ കളാക്കി. അച്ഛാ